യഥാർത്ഥത്തിലുള്ള അനുനായികളുണ്ടോ? സുമേരിയക്കാർക്ക് സൗരയൂഥത്തെ പറ്റി ഒരുമാതിരി നല്ല അറിവുണ്ടെന്ന് അവരുടെ ചില പടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ നിബുറു എന്നൊരു പ്ലാനറ്റ് ഉണ്ടെന്നും അത് 3600 വർഷങ്ങൾക്ക് കുമരിക്കണ്ടം എന്നാണ് ആ ഭൂഖണ്ഡത്തിനെ പറ്റി ഇവർ പറയുന്നത്. കുമരിക്കണ്ടം. അവർക്ക് ഈ പറക്കുന്ന യന്ത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ രാവണൻ്റെ പുഷ്പക വിമാനം എന്നുള്ള അവരെയാണ് സുമേരിയക്കാരെ അനുനാക്കിയെന്ന് അവർ ആധുനിക രീതിയിലുള്ള കൃഷികൾ കണ്ടുപിടിച്ചു. പിന്നെ സൗരയൂഥത്തിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള പടങ്ങൾ അവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഈ അനുനായികളായിക്കൂടെ? അങ്ങനെ ഒരു തിയറിയുണ്ട്. ഏലിയൻസ് ഇൻ ഡിസ്ഗൈസ് എന്നാണ് അവരെ പറ്റി പറയുന്നത്. ഷേപ്പ് ഷിഫ്റ്റേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. അവർക്ക് മനുഷ്യ രൂപം എടുക്കാൻ കഴിയും, കണ്ട മനുഷ്യരെ പോലെ ഇരിക്കുക, യഥാർത്ഥത്തിൽ അവർ ഏലിയൻസാണ് എന്നൊക്കെ ഒരു സിദ്ധാന്തമാണ്. അതിനുവേണ്ടി മനുഷ്യക്കുരങ്ങിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവർ സ്വർണ്ണഖനനം ചെയ്തുകൊണ്ട് പോയി. ഈ ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം ഷിപ്പിംഗ് ഒക്കെ സാധ്യമാണ്? ഇപ്പോൾ ഫിസിക്സുകാർ പറയുന്നത് അത് തിയററ്റിക്കലി പോസിബിൾ ആണെന്നാണ്. അത്തരത്തിൽ ടൈം ട്രാവൽ സാധ്യമാണെങ്കിൽ അനുനായികൾക്കും സാധ്യതയില്ലേ? ഉണ്ട്, സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. സർ, കാലാകാലങ്ങളായിട്ട് മനുഷ്യർക്കുണ്ടാകുന്ന സംശയങ്ങളാണ് അനുനായികൾ. ആരാണ് അനുനായികൾ? എവിടെയാണ് അവർ ഭൂമിയിൽ വരാറുണ്ടോ? അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ. യഥാർത്ഥത്തിൽ അനുനായികളുണ്ടോ? പുരാതന സുമേരിയൻ സംസ്കാരത്തിലുള്ളവർ ഈ ക്യൂനേഫോം രീതിയിലുള്ള ടാബ്ലറ്റ്സുകൾ എഴുതിയിട്ടുണ്ട്. അതിലാണ് ഈ അനുനാക്കി എന്നൊരു കൂട്ടരെ പറ്റി പറയുന്നത്. കൂടുതൽ പേരും പറയുന്നത്, അല്ലെങ്കിൽ ഈ സുമേരിയക്കാർ തന്നെ എഴുതി വച്ചിരിക്കുന്നത്, സൗരയൂഥത്തിലുള്ള ഏതോ ഗ്രഹം, ആ ഗ്രഹത്തിൽ നിന്ന് 3600 വർഷം കൂടുമ്പോൾ വരുന്നവരാണ് അനുനാക്കികളെന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹത്തിനെ നമ്മളിതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് ഇങ്ങനെ 3600 വർഷം കൂടുമ്പോൾ ഭൂമിയുടെ അടുത്ത് വരികയും പിന്നെ അകന്നു പോവുകയും ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഇതിനെ സുമേരിയക്കാർ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ സുമേരിയക്കാർക്ക് സൗരയൂഥത്തെ പറ്റി ഒരുമാതിരി നല്ല അറിവുണ്ടെന്ന് അവരുടെ ചില പടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇങ്ങനെ സൗരയൂഥത്തിനെ പറ്റി അറിവുള്ള ആളുകൾ ഈ നിബുറു എന്നൊരു പ്ലാനറ്റ് ഉണ്ടെന്നും അത് 3600 വർഷങ്ങൾ കൂടുമ്പം ഭൂമിയുടെ അടുത്ത് വരുമെന്നും പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം കാണുമെന്ന് ചിലർ പറയും. എനിക്ക് ഈ ചില തമിഴ് പണ്ഡിതന്മാരുമായിട്ട് അടുത്ത് പരിചയമുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് കാണാറില്ല. അവർ ചിലർ പറയുന്നത് ഈ സുമേരിയക്കാർ പറയുന്ന അനുനാക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രം പണ്ട് സിലോണിൻ്റെ താഴെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഈ അനുനാക്കി. അത് അനുനാക്കി അല്ല, അണ്ണാച്ചി ആണെന്നാണ് ഇവർ പറയുന്നത്. കുമരിക്കണ്ടം എന്നാണ് ആ ഭൂഖണ്ഡത്തിനെ പറ്റി ഇവർ പറയുന്നത്. കുമരിക്കണ്ടം. അവർക്ക് ഈ പറക്കുന്ന യന്ത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ രാവണൻ്റെ പുഷ്പക വിമാനം എന്നുള്ള ഒരു സങ്കല്പമെല്ലാം വന്നത്. അപ്പോൾ കുമരിക്കണ്ടത്തിൽ നിന്ന് പുഷ്പക വിമാനങ്ങളിൽ കയറി സുമേരിയയിലെത്തിയവരാണ് അണ്ണാച്ചിമാർ. അവരെയാണ് സുമേരിയക്കാരെ അനുനാക്കിയെന്ന്, അല്ലെങ്കിൽ അവരണ്ണാച്ചി എന്നായിരിക്കും എഴുതിയത്. നമ്മളിപ്പോൾ അത് തെറ്റായിട്ട് വായിക്കുകയാണ്. അനുനാക്കിയെന്ന്. അണ്ണാച്ചി എന്നാണ്
യഥാർത്ഥത്തിലുള്ള പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ ഇവർ പറയുന്നു, ഈ തമിഴ് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ ഇതിന് ശാസ്ത്രീയമായ വലിയ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇത് സുമേരിയക്കാരുടെ മിത്തോളജിയാണ്, അവരുടെ സങ്കല്പമാണ്, അതോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആരെങ്കിലും അവിടെ വന്നതാണ് എന്നും നമുക്ക് തീർച്ചയില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, സുമേരിയക്കാർ പെട്ടെന്നാണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. അവർക്ക് വളരെ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അവർ എഴുത്ത് ഉണ്ടാക്കി, അവർ വീല് കണ്ടുപിടിച്ചു, അവർ ആധുനിക രീതിയിലുള്ള കൃഷികൾ കണ്ടുപിടിച്ചു, പിന്നെ സൗരയൂഥത്തിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള പടങ്ങൾ അവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്. ഇതുപോലെയുള്ള അനുനായികൾ പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ അവരിൽ നിന്നും സംശയിച്ച അറിവോ ആയിക്കൂടെ? ആയിരിക്കാം. അത് ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനൊക്കത്തില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അനുനായികൾ അല്ലെങ്കിൽ ഏലിയൻസ് വരുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെയാണ് പറക്കും തലയെ കണ്ടത്, അല്ലെങ്കിൽ അവിടെ ഇത് പറക്കും തലയ വന്ന് മാഞ്ഞു പോകുന്നത്, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ പല മാധ്യമങ്ങളും നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണ്? മറ്റുള്ള രാജ്യങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വാർത്തകൾ വരാത്തത്? അതിനെപ്പറ്റി പറയുന്നത്, അമേരിക്കയിൽ ഇതിനുള്ള ടെക്നോളജി ആദ്യം ഡെവലപ്പ് ചെയ്തു. അതായത് ഫോട്ടോഗ്രാഫി അവിടെ വളരെ പ്രചരിച്ചു, എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മൊബൈൽ ഫോണാണെങ്കിൽ പോലും ഈ സ്മാർട്ട് ഫോൺസൊക്കെ അമേരിക്കയിലാണ് ആദ്യം പ്രചരിച്ചത്, പിന്നെയാണ് ഇന്ത്യയിലൊക്കെ വന്നത്. അതെ. പിന്നെ അവിടുത്തെ ആളുകൾക്ക് ഈ കൂടുതലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് അതോറിറ്റീസിനെ അറിയിക്കണം. നമ്മുടെ നാട്ടിൽ ഒരാൾ കണ്ടാലും അയാൾ പുറം ലോകത്തെ അറിയിച്ചെന്ന് വരത്തില്ല. അവർക്ക് അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടായിരിക്കാം ബാക്കി രാജ്യങ്ങളിൽ റിപ്പോർട്ടിങ് കുറവായത്. അതുകൊണ്ട് അനുഭവങ്ങളില്ലെന്ന് വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മൾ അത്രത്തുള്ള അനുഭവങ്ങളൊന്നും അധികം കേട്ടിട്ടില്ല. അതെ, പക്ഷെ അതുകൊണ്ട് ഇല്ലെന്ന് വരുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഈ അനുനായികളായിക്കൂടെ? അങ്ങനെ ഒരു തിയറിയുണ്ട്, ഏലിയൻസ് ഇൻ ഡിസ്ഗൈസ് എന്നാണ് അവരെ പറ്റി പറയുന്നത്. അപ്പം നമ്മളെപ്പോലെയുള്ള രൂപം എടുത്തിട്ട് ഷേപ്പ് ഷിഫ്റ്റേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. അവർക്ക് മനുഷ്യ രൂപം എടുക്കാൻ കഴിയും, കണ്ട മനുഷ്യരെ പോലെ ഇരിക്കുക, യഥാർത്ഥത്തിൽ അവർ ഏലിയൻസാണ് എന്നൊക്കെ ഒരു സിദ്ധാന്തമാണ്. ഈ നമുക്ക് കിട്ടിയ അറിവുകളെല്ലാം ഏലിയൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ ചില തിയറി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വാട്സപ്പിലായിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും ചില പോസ്റ്റുകളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഹ്യൂമൻ ബോഡി ഉണ്ടാകാൻ കാരണം അനുനായികളാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഹ്യൂമൻ ഉണ്ടാകാനുള്ള ചാൻസ് ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പോൾ അമീബ തൊട്ട് മനുഷ്യക്കുരങ്ങ് വരെ പരിണാമം കൊണ്ടുണ്ടാകാമെങ്കിൽ പിന്നെ മനുഷ്യക്കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടാകാനായിട്ട് വേറെ ആരുടെയും സഹായം വേണ്ട. പക്ഷേ മനുഷ്യക്കുരങ്ങിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഈ സുമേരിയക്കാർ പറയുന്ന ഒരു സിദ്ധാന്തം, ഈ ഭൂമിയിൽ നിന്ന് ഈ സ്വർണം ഖനനം ചെയ്യാൻ വേണ്ടി മനുഷ്യക്കുരങ്ങിൽ അവർ ജനറ്റിക്കായിട്ട് മോഡിഫിക്കേഷൻ വരുത്തി അവരെ സൃഷ്ടിച്ച ഒരു റേസാണ്, അല്ലെങ്കിൽ ഒരു സ്പീഷീസാണ് മനുഷ്യനെന്ന് ഈ സുമേരിയക്കാർ പറയുന്നു. അത് ഒരുപക്ഷെ വാസ്തവമായിരിക്കാം. ഇതിൽ വിശ്വസിക്കുന്നവർ ഒരുപാട് അബാൻഡൻഡ് ഗോൾഡ് മൈൻസ് കണ്ടെത്തിയിട്ടുണ്ട് ആഫ്രിക്കയിൽ. അവിടെ നിന്നൊന്നും മനുഷ്യർ ഗോൾഡ് ഖനനം ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെ അനുനാക്കികളുടെ ഗോൾഡ് മൈൻസാണ്. അവർ മോണോആറ്റോമിക് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സാധനം ഖനനം ചെയ്ത് കൊണ്ടുപോയി, അതിനുവേണ്ടിയാണ് അവർ മനുഷ്യരെ സൃഷ്ടിച്ചതെന്നൊക്കെ. ഇങ്ങനെ ഗോൾഡിൻ്റെ ഒരു പ്രത്യേക വകഭേദമാണ്. അതായത് അവരുടെ ഈ നിബുറു എന്ന് പറയുന്ന ഗോളത്തിൽ എന്തോ കേടുപാട് സംഭവിച്ചത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഈ സാധനം ആവശ്യമായിരുന്നു. അപ്പോൾ അത് ഉള്ള സ്ഥലം അന്വേഷിച്ച് അവർ പോയി. അങ്ങനെ ഇന്ത്യയിൽ ഭൂമിയിലുണ്ടെന്ന് കണ്ടെത്തി.
അതിനുവേണ്ടി മനുഷ്യക്കുരങ്ങിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവർ സ്വർണ്ണം ഖനനം ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെയാണ് ഒരു സിദ്ധാന്തം. ഇതെല്ലാം ഒരു കെട്ടുകഥകളായിക്കൂടെ? അല്ലെങ്കിൽ വെറും ഭാവനയാകാം. ഇതിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? കൃത്യമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഈ സുമേരിയക്കാർ അവരുടെ ചിത്രങ്ങളിൽ ഒരു ഹാൻഡ് ബാഗ് പോലെ ഒരു സാധനം തൂക്കിപ്പിടിക്കുന്നത് കാണുന്നു. ഇത് ജനറ്റിക് മോഡിഫിക്കേഷനായിട്ട് അവർ ഉപയോഗിച്ച സാധനമാണ് എന്നൊക്കെ ഇങ്ങനെ തിയറികൾ പറയുന്നുണ്ട്. ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ഒരുപാടെണ്ണം ഇപ്പോൾ ഉണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കും? അത് കൂടുതലും വെറുതെ ഫ്രോഡ് ആകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഈ ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം ഷിപ്പിംഗ് ഒക്കെ സാധ്യമാണോ? ഇപ്പോൾ ഫിസിക്സുകാർ പറയുന്നത് അത് തിയററ്റിക്കലി പോസിബിൾ ആണെന്നാണ്. അത്തരത്തിൽ ടൈം ട്രാവൽ സാധ്യമാണെങ്കിൽ അനുനായികൾക്കും സാധ്യതയില്ലേ? ഉണ്ട്, സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഫിസിക്സുകാർ തന്നെ ടൈം ട്രാവലിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. വേം ഹോൾ ടെക്നോളജി, അതായത് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സോളാർ സിസ്റ്റത്തിലെ മറ്റ് ഗ്രഹങ്ങളിലൊന്നും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ പറയുന്നത് മാർസിലെ ജീവൻ്റെ അംശം കണ്ടെത്തിയെന്നാണ്, ചില കെമിക്കൽസ്. ഏതായാലും പിന്നെ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ വേറെ ഗാലക്സികളിൽ നിന്ന് വേണം വരാൻ, അല്ലെങ്കിൽ വേറെ സ്റ്റാർ സിസ്റ്റംസിൽ നിന്ന് വേണം വരാൻ. അപ്പോൾ ഈ സ്പേസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്ന വേഗത ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഒരിക്കലും എത്താൻ ഒക്കത്തില്ല. കാരണം നമ്മൾ സ്പേസിൽ കൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ ലൈറ്റിനേക്കാളും വളരെ കുറഞ്ഞ സ്പീഡിൽ യാത്ര ചെയ്യാൻ നോക്കുള്ളൂ. അപ്പോൾ ലൈറ്റിനേക്കാളും സ്പീഡിൽ സ്പേസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര സ്പീഡ് സഞ്ചരിച്ചാലും നമ്മൾ അകന്നകന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഏലിയൻസിന് നമ്മുടെ ഭൂമിയിൽ എത്താൻ ഒക്കുകയില്ല എന്ന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ തിയറി വന്നിട്ടുണ്ട്, വേം ഹോൾ ടെക്നോളജി എന്നാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ എവിടെ വേണമെങ്കിലും സമയം കൂടാതെ നമുക്ക് എത്താൻ സാധിക്കും. അതായത് യൂണിവേഴ്സിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും ഇതേ സെക്കൻഡിൽ നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. അത് വേം ഹോൾ ടെക്നോളജി പെർഫെക്റ്റ് ആക്കിയാൽ അത് ഉള്ള ഏലിയൻസിന് സമയം കൂടാതെ നമുക്കിവിടെ എത്താം. എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയൽ മൂവി ഇറങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നത് കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തിയത്. അതെ, ആളുകൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ബ്ലാക്ക് ഹോൾ ആണെങ്കിലും വൈറ്റ് ഹോൾ ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്. ഇപ്പം ബ്ലാക്ക് ഹോളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ ബ്ലാക്ക് ഹോളിലേക്ക് എപ്പോഴെങ്കിലും എത്തിപ്പെടുമോ? അല്ല, നമ്മൾ ഓൾറെഡി ഒരു ബ്ലാക്ക് ഹോളിലാണെന്നൊരു സിദ്ധാന്തം ഇപ്പോൾ പ്രബലമായി വരികയാണ്. ഈ കോസ്മോളജി എന്നൊരു വിഷയമുണ്ട്. അവർ പറയുന്നത് നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിലാണ് ഇപ്പോഴേ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ കാരണം പറയുന്നത് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാവിറ്റി കൂടി എല്ലാം ഒരു ബിന്ദുവിലേക്ക് വന്നു ചേരുന്നതാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സിദ്ധാന്തം പറയുന്നത് ഈ പ്രോസസ്സ് ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു ബിഗ് ബാങ്ങിൽ തുടങ്ങുന്നു. ബിഗ് ബാങ് ഒരു കാലം വരെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പോയിൻ്റ് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ്, അത് ബിഗ് ക്രഞ്ച് എന്നാണ് പറയുന്നത്. അതായത് അകന്നു പോയതെല്ലാം തിരിച്ച് കണ്ടൻസ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരും. അതാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സ്പാൻഷൻ ഫേസിലാണ്. അതാണ് സ്പേസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ലൈറ്റിനേക്കാളും വേഗത്തിലാണ് സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അത് ഒരു ബിഗ് ക്രഞ്ച് കഴിഞ്ഞിട്ട് അതൊരു പോയിൻ്റ് വരെ ക്രഞ്ച് നടന്നിട്ട് പിന്നെയാണ് ഈ എക്സ്പാൻഷൻ ഫേസ് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സ്പാൻഷൻ ഫേസിലാണ്. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു ബ്ലാക്ക് ഹോളിനകത്താണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ബ്ലാക്ക് ഹോൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഈ ബലൂൺ വീർക്കുകയും കണ്ടൻസ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ. പിന്നീട് മറ്റൊരു തിയറി ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഹോൾ പോലെ തന്നെ വൈറ്റ് ഹോളും ഉണ്ടാകുമെന്ന് പറഞ്ഞ്.
അതെ, വൈറ്റ് ഹോൾ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഫേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഹോളിനകത്താണ് നമ്മുടെ ഭൂമി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനമായിട്ട് ഇപ്പുറത്തെ വൈറ്റ് ഹോളിൽ ഒരു ഭൂമി ഉണ്ടാവണ്ടേ? ഈ വൈറ്റ് ഹോൾ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഫേസ് ആണ്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ഫേസ് ആണ്. ഈ ഒരു ഇൻഫിനിറ്റ് യൂണിവേഴ്സിൽ ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സുകൾ ഇങ്ങനെ ബിഗ് ബാങ്ങിൽ കൂടെ ഉണ്ടാകുകയും പിന്നെ അത് തിരിച്ച് കണ്ടൻസ് ചെയ്ത് ഇല്ലാതാകുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് മൾട്ടിവേഴ്സ് എന്ന് പറയുന്നത്. മൾട്ടിവേഴ്സ് ഒരുപാട് തരത്തിലുണ്ട്, പല ഡയമെൻഷൻസ് ഉണ്ട്. ഈ ഒരു ഡയമെൻഷനിൽ തന്നെ ഒരുപാട് ബ്ലാക്ക് ഹോൾസ് ഇങ്ങനെ ഉണ്ടാകും. ബ്ലാക്ക് ഹോൾ തന്നെയാണ് മറ്റേ റിവേഴ്സായിട്ട് മാറുന്നത്, എക്സ്പാൻഷൻ ഫേസ്. ഭൂമിയെ പോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അതായത് കൃത്യം ഭൂമിയെ എങ്ങനെയാണോ അച്ചടിച്ചു വെച്ചത് അതേപോലെ ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അതായത് എക്സ്പാൻഷൻ ഫേസിൽ ഈ ബോഡീസ് അകന്നകന്ന് പോകുമ്പോൾ അതിനിടയ്ക്കുള്ള സ്പേസിൽ സ്വയമായിട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാകും. ആ പാർട്ടിക്കിൾസ് കണ്ടൻസ് ചെയ്ത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടാകുമെന്നാണ് ഒരു സിദ്ധാന്തം. ഞാനത് ചോദിക്കാൻ കാരണം, അപ്പം ഭൂമിയെ പോലൊരു ഗ്രഹം മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇതേപോലെ ജീവൻ അവിടെയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ മുൻജന്മമാണെങ്കിൽ അല്ലെങ്കിൽ പൂർവ്വജന്മമാണെങ്കിലും പറയുമ്പോൾ മരണപ്പെടുന്ന ഒരാൾ മറ്റൊരു ഗ്രഹത്തിൽ അവിടെ പുനർജനിക്കാൻ സാധ്യത ഉണ്ടാകുമോ? അതെ, നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്നുള്ള ഒരു പ്രീകൺസെപ്ഷനിലാണ് താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു കോയിൻസൈഡിങ് പോയിൻ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ പിന്നെ പുനർജന്മത്തിനെ പറ്റി മുൻജന്മത്തിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. നമുക്ക് മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും മറ്റൊരു ചർച്ചയുമായിട്ടിരിക്കാം. ഒരുപാട് നന്ദി സാർ.